Hey guys, Sri here. S24 Ultra, best of the best, biggest of the biggest. എന്താ പറയുക, ഒരു ട്രൂലി ഒരു അൾട്രാ സ്മാർട്ട് ഫോണാണ് ആൻഡ്രോയിഡ് ലോകത്ത്. ഒരിടത്തും ഒരു കോംപ്രമൈസ് ചെയ്യാത്തൊരു നോ കോംപ്രമൈസ് സൂപ്പർബ് ഫ്ലാഗ്ഷിപ്പ് കില്ലർ. സോ ഗൈസ്, ലോങ് ടേം റിവ്യൂവിൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ എന്തൊക്കെ കൺസേൺഡ് ആവണം, ഇതിൻ്റെ ഏജിങ് എങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ട്രൂലി ഇതിനൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നിങ്ങൾ വാങ്ങിക്കുക കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഇത് ശരിക്കും ഒരു വലിയ അൾട്രാ ഡിവൈസാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പോയി വാങ്ങിച്ചോ. സോ ഗൈസ്, ഒരു ലോങ് ടേം റിവ്യൂവിൽ നമ്മൾ ഇതിൻ്റെ ഓവറോൾ ഏജിങ് അനലൈസ് ചെയ്യുക. ഇതിൻ്റെ ബാറ്ററി എങ്ങനെ ഏജ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ഡ്യൂറബിലിറ്റി എങ്ങനെ ഏജ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഏജ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ക്യാമറാസ്, ഇതിൻ്റെ സോഫ്റ്റ്വെയർ, ഇതൊക്കെ വരുന്ന കാലത്ത് ഇതെങ്ങനെ പഴകിയിട്ടുണ്ടെന്ന് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. അതെല്ലാം പ്രോപ്പർലി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ നമുക്ക് ബാറ്ററി ലൈഫിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ ബാറ്ററിയിൽ വലിയ ഹിറ്റൊന്നുമില്ല. 6 മാസത്തെ ലോങ് ടേം റിവ്യൂവിലൊക്കെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഒരു ഹെവി പവർ യൂസറൊക്കെ ആണെങ്കിൽ ശരി, നിങ്ങൾക്ക് മാക്സിമം 1 ഡേ പുഷ് ചെയ്യാൻ പറ്റുന്നൊരു ഡിവൈസ് തന്നെ ഇത്. ഒരു പവർ യൂസറിനും ഹെവി യൂസറിനൊക്കെ ഒരു 6 to 6.5 7 hours ഓഫ് സ്ക്രീൻ ഓൺ ടൈം ഒക്കെ കണ്ടിന്യൂസ്ലി ഹെവി ടാസ്കിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത്ര അഷ്വറൻസ് ഉള്ളൊരു ബാറ്ററി ലൈഫ് തന്നെ ഇതിനുള്ളത്. ഇതിന് 5000 mAh വലിയ ബാറ്ററി ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാംസങ്ങിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടായിട്ട് ബാറ്ററി സെഗ്മെൻറ്റിൽ പക്കാ ചെക്കാണ്. ഡിസൈൻ ആൻഡ് ഡ്യൂറബിലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും സാംസങ്ങിൻ്റെ അൾട്രാ ഫ്ലാഗ്ഷിപ്പിൽ അവരൊരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. IP68 ഗൊറില്ല ഗ്ലാസ് ആർമർ ഫ്രണ്ടിലും ബാക്കിലും, ഗ്രേഡ് 2 ടൈറ്റേനിയം റെയിൽസ്. ടൈറ്റേനിയം റെയിൽസിനെ കുറിച്ച് എനിക്ക് എടുത്ത് പറയാനുള്ളത് എൻ്റെ അച്ഛൻ്റെ S23 അൾട്രാ. പുള്ളിക്കാരൻ അത് കുറച്ച് നാൾ ഉപയോഗിച്ചപ്പം ചെറുതായിട്ട് പഴകുന്ന ഏജിങ്ങും സ്ക്രാച്ചസും സ്കഫ്സും പെയിൻ്റൊക്കെ പോകുന്ന പോലെ തോന്നി. പക്ഷേ ഈ ടൈറ്റേനിയം കളർ എടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം ബ്രാൻഡ് ന്യൂ ലുക്കായി. ഇപ്പോഴും 6 മാസം യൂസ് ചെയ്തിട്ടുള്ളൊരു ഫോണാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഫ്രഷ് ഔട്ട് ഓഫ് ദ ബോക്സ് ലുക്കുമാണ്. ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. ഒരു രീതിയിലും ഡിസൈൻ ആൻഡ് ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് പോയിന്റിൽ നമുക്ക് ഏജ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നെ ഗൈസ്, അതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് എടുത്തൊരു കാര്യം പറയണം. ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ഒരു ചെറിയ ആൻറ്റി റിഫ്ലക്റ്റീവ് ലെയർ ഓഫ് കോട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഹെൽപ്ഫുൾ ആട്ടോ. ഞാൻ ഈ വീഡിയോയിൽ B-roll എടുക്കുമ്പോഴൊക്കെ ത്രൂ ഔട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഡിസ്പ്ലേയിൽ ഒരു റിഫ്ലക്ഷനും കാര്യങ്ങളൊന്നുമില്ല മറ്റുള്ള വീഡിയോസിൻ്റെ റിവ്യൂസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അത് നമ്മൾ ഒരുപാട് നാളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതില്ലാത്ത ഫോണിലേക്ക് പോകുമ്പോൾ നമ്മൾ നല്ലോണം മിസ് ചെയ്യും. അതൊരു നോട്ട് വർത്തി പോയിന്റ്. പിന്നെ ഡിസ്പ്ലേനെ കുറിച്ചൊന്നും ഞാൻ പറയണ്ടല്ലോ. നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ഡിസ്പ്ലേ ആണ്. LTPO, AMOLED, 2600 സ്പീക്ക് ബ്രൈറ്റ്നസ് അല്ലാതെ ഓട്ടോ ബ്രൈറ്റ്നസ് ഇട്ടാൽ സാധാരണ ഡെയിലി യൂസേജിന് നിങ്ങൾക്ക് അത്യാവശ്യം സൂപ്പർ ബ്രൈറ്റ്നസ് എക്സ്പീരിയൻസ് ഇതിനകത്തുണ്ട്. ഡിസ്പ്ലേനെ കുറിച്ച് പറഞ്ഞാൽ ടോപ്പ് നോച്ച്, ഒരു പ്രശ്നവും ഇല്ല. ഡിസ്പ്ലേ ഒന്നും ഹീറ്റ് ആവുന്നയോ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. സോ ഡിസ്പ്ലേ ആൻഡ് ഡിസൈൻ ആൻഡ് ഡ്യൂറബിലിറ്റി ഈ ഡിപ്പാർട്ട്മെൻറ്റിലും ഇത് ഏജ് ലൈക്ക് എ വൈൻ. കാരണം ലിറ്ററലി നമുക്കൊരു ഏജിങ് ഇവിടെ തോന്നത്തില്ല. അത് ഭയങ്കരമായിട്ട് ഹെൽഡപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെയും പെർഫോമൻസിനെ കുറിച്ചും സംസാരിക്കാം. ഗൈസ്, ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെയും പെർഫോമൻസ് സ്റ്റാൻസിൽ നിന്ന് സംസാരിക്കുമ്പോൾ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ആൻഡ്രോയിഡ് ലോകത്ത് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് മിക്കവരും പറയുന്നത് പിക്സലിനെക്കാട്ടി നല്ല സാംസങ്ങിൻ്റെ One UI. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് 7 വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. സാംസങ്ങിൻ്റെ കോർപ്പറേറ്റ് സ്റ്റൈൽ ഓഫ് സ്റ്റൈലിങ്ങും അവരുടെ UI എലമെൻസും എല്ലാം പക്ക നീഷ്, റിഫൈൻഡ്, പോളിഷ്, അനിമേഷൻസ് ഉൾപ്പെടെ എല്ലാം ഭയങ്കര സ്മൂത്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ. എനിക്ക് ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിട്ടുന്നൊരു ബ്രാൻഡ് സാംസങ്ങിൻ്റെ തന്നെയാണെന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റും. അതും അവരുടെ S24 അൾട്രയിലെ AI ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് പറയണം. AI ഫീച്ചേഴ്സ് ഒരുപാട് യൂസ്ഫുൾ ആണ്. അത് ഇവിടെ ഉണ്ട്. അത് മുതലെടുക്കാൻ അറിയാവുന്നവർക്ക് അറിയാം അതിൻ്റെ ഗുണങ്ങളൊക്കെ. സോ സോഫ്റ്റ്വെയർ സ്റ്റാൻഡ് പോയിൽ നിന്ന് 7 വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കൺഫേംഡ് ആണ്. അതേപോലെ തന്നെ ഇതുവരെ കിട്ടിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എല്ലാം പോളിഷ്ഡ് ആൻഡ് റിഫൈൻഡ് ആണ്. അങ്ങനത്തെ ബഗ്സും സ്റ്റഡേഴ്സും ആനിമേഷൻ ലാഗ്സും ഒന്നുമില്ല. സോ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് വലിയൊരു ചെക്കാണ്. പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റിലേക്ക് പറയുമ്പം UFS 4.0, 12GB RAM, Adreno 750 GPU, സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 3, സൂപ്പർബ്, പെർഫെക്റ്റ്. ഇതൊരു പക്ക പെർഫെക്റ്റ് കില്ലർ കോംബോ ആണ്. ഇതുവരെ ഉള്ളതിനകത്തും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് പെർഫോമൻസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകളിൽ ഒന്നാണ്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ട, ഈ വട്ടം ഇവർ കൊടുത്തിരുന്ന കൂളിംഗ് പാഡ് ഇച്ചിരി വലുത് S23 അൾട്ര വെച്ച് നോക്കും. അതുകൊണ്ട് ഹീറ്റിങ്ങും ഒക്കെ അത്യാവശ്യം കണ്ടെയ്ൻഡ് ആണ്. ഗെയിം കളിക്കുമ്പോഴും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വലുതായിട്ട് ഹീറ്റിംഗ് തോന്നുന്നില്ല. അതേപോലെ ക്യാമറ യൂസ് ചെയ്യുമ്പോഴും എക്സ്റ്റൻസീവ് പീരീഡ് നിങ്ങൾക്ക് ഹീറ്റിങ്ങിൻ്റെ ആ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ടൊന്നും തോന്നുന്നില്ല. സോ പ്രോബ്ലി ഗൈസ്, പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ഞാൻ പറയാൻ പോവുക S24 അൾട്ര ഏജ്ഡ് ലൈക്ക് എ വൈൻ. ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് 2-3-4 വർഷത്തേക്ക് പ്രശ്നം വരുമെന്ന്. കാരണം ഇത്രയും പവർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഗെയിംസും ആപ്സും ഒക്കെ വളരെ ചുരുക്കം ഇപ്പോഴും നമ്മുടെ പ്ലേ സ്റ്റോറിലുള്ളത്. അതുകൊണ്ട് ഇറ്റ് ഈസ് സൂപ്പർ. പിന്നെ ചിലവർ പറയുന്നു സാംസങ്ങിന് One UIയുടെ RAM മാനേജ്മെൻറ്റ് അത്ര കിടിലുമല്ലാന്ന്. എനിക്ക് അവരോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പറയുന്നത് തെറ്റാ. ശരി, ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ RAM മാനേജ്മെൻ്റ് ഒക്കെ പക്കയാണ്. പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് എനിക്ക് നിപ്പിക്ക് ചെയ്തുപോലും ഇതിനെ കുറ്റം പറയാനൊന്നും തോന്നുന്നില്ല. ഇനിയും നമുക്ക് അടുത്തൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകത്തിലേക്ക് പോയാൽ പിന്നെ ഗൈസ് ഒരു കാര്യം കൂടെ, നിങ്ങൾ ട്രിവാൻഡ്രത്താണ് ഫോൺ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ
ട്വിൻസ് മൊബൈൽസ് ട്രിവാൻഡ്രത്തു നിന്ന് പോയി എടുക്കുക. നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞാൽ അവർ ചെറിയൊരു ഡിസ്കൗണ്ട് ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് യൂട്ടിലൈസ് ചെയ്യാൻ, ആൻഡ് അവർക്ക് എല്ലാ ഫോണും റെഡിലി സ്റ്റോക്ക് ഉണ്ട്, അല്ലെ എടുത്തും തരുമെന്നാണ് പറഞ്ഞത്. സോ ആ ഒരു ഡിസ്കൗണ്ട് അവൈൽ ചെയ്യുക മാക്സിമം. ഹൗ ഈസ് ദ എക്സ്പീരിയൻസ് ഓൺ ക്യാമറ സ്റ്റാൻഡ് പോയിന്റ്? എനിക്ക് ക്യാമറാസിൽ S23 അൾട്രയിലും S23ൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ചില സമയങ്ങളിൽ ചിലതൊക്കെ ഇച്ചിരി ഓവർ സാച്ചുറേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ വൈബ്രൻസി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തൊരു ഫീൽ ഉണ്ട്. അത് തന്നെയാണ് സാംസങ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് പക്ക മറ്റേ കറക്റ്റ് നമ്മൾ കസ്റ്റമേഴ്സ് എന്തോ പറയുന്നത് അതിന് വേണ്ടി കറക്റ്റ് S23യുടെ S23 അൾട്രയുടെ ഒക്കെ ട്വീക്ക് ചെയ്ത് ചെറുതായിട്ട് സാച്ചുറേഷൻ കുറച്ച്, അതേപോലെ റൈറ്റ് എമൗണ്ട് ഓഫ് കോൺട്രാസ്റ്റ്. എനിക്ക് ആപ്പിളിൻ്റെ ഈ ലേറ്റസ്റ്റ് ഡിവൈസസ് ഒക്കെ ഉപയോഗിക്കുമ്പം ഒട്ടും കോൺട്രാസ്റ്റ് ഇല്ലാത്ത പോലെ ഒരു പ്ലെയിൻ ഇമേജ് ലുക്ക് ചെയ്യുന്നൊരു ഫീൽ. അതുപോലല്ല, ഇവർക്ക് പോയിന്റ് കറക്റ്റ് എമൗണ്ട് ഓഫ് കോൺട്രാസ്റ്റും കറക്റ്റ് എമൗണ്ട് ഓഫ് സാച്ചുറേഷനും HDR എല്ലാം പക്കയാണ്. എന്നെ സംബന്ധിച്ച് Pixel 9 Pro ഞാൻ ഇതുവരെ ക്യാമറ റിവ്യൂ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം അറ്റ് ദിസ് സ്റ്റാൻഡ് പോയിന്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാമറ സിസ്റ്റത്തിലൊന്ന് ഇതും വിവോയുടെ X100 Pro-യുമാണ്. അതിനകത്തുനിന്ന് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് പോയിന്റ് ആൻഡ് ഷൂട്ട് സ്റ്റൈൽ ഫോട്ടോസ് എടുത്താൽ നിങ്ങൾ ഒരുപാട് ചിന്തിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഫ്രെയിം ചെയ്യുക, പോയിന്റ് ആൻഡ് ഷൂട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ഇമേജ് തരാൻ പറ്റുന്ന ഒരു ക്യാമറ സിസ്റ്റമാണ്. അതിൻ്റെ കൂടെ ആ 10x സൂമും അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയണ്ട. ശരിക്കും എനിക്കിതിനകത്ത് ഫോട്ടോസ് ഏറ്റവും എടുക്കുക ഇഷ്ടം 5xലാണ്. 5xൽ നിങ്ങൾക്ക് ആ കിണ്ണം ക്ലാരിറ്റിയും ആ ക്ലിണ്ണ സാച്ചുറേഷനും കോൺട്രാസ്റ്റും എല്ലാം കിട്ടും. വെരി ഗുഡ്. വീഡിയോ സ്റ്റാൻഡ് പോയിന്റിലാണെങ്കിലും ശരിക്കും ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് ഇറ്ററേഷൻ്റെ അത്രയൊന്നും വന്നിട്ടില്ലെങ്കിലും പീപ്പിൾ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സൊക്കെ S24 അൾട്രയിലും വ്ലോഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം അത് അതിൻ്റെ ഒരു ടെസ്റ്റിമോണിയാണ്, അതിൻ്റെ ക്വാളിറ്റീൻ്റെയും അതിൻ്റെ റിഫൈൻമെൻറ്റിൻ്റെയൊക്കെ ടെസ്റ്റിമോണി. ഓവറോൾ ക്യാമറ സിസ്റ്റത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ടോപ്പ് ടിയർ ദി ബെസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ പിക്സലിൻ്റെയും iPhone 16 Pro-ൻ്റെ ഒന്നും ലേറ്റസ്റ്റ് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ആസ് ഓഫ് റൈറ്റ് ഞാൻ ഉപയോഗിച്ചതിനകത്ത് വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ സിസ്റ്റം. അതിപ്പോൾ അവരുടെ പ്രോസസ്സിംഗ് ആയിട്ട് ഒപ്റ്റിക്സ് ആയിക്കോട്ടെ, അത് അവരുടെ അപ്ഡേറ്റ് കൊണ്ട് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എക്സ്പെർട്ട് റോ ഒപ്പീനിയൻസും എക്സ്പെർട്ട് റോ ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും. അതും ഭയങ്കര ഒരു കിടിലൻ സംഭവം തന്നെ. ഓവറോൾ ക്യാമറ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ട്രസ്റ്റ് മീ 6 months ഓൾഡ് റിവ്യൂവിനകത്ത് എനിക്ക് പറയാൻ പറ്റും ഏജ്ഡ് ലൈക്ക് എ വൈൻ. പിന്നെ ഗൈസ് എനിക്ക് ഇതിൻ്റെ S Pen-നെ കുറിച്ച് 2-3 വാക്കുകൾ പറയാനുണ്ട്. ഒന്നാമത്തെ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ S Pen S23 അൾട്രേനെ വെച്ച് എന്തോരം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഭയങ്കരമായ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ S Pen-ന് ഇതിൻ്റെ കൂൾ ഫീച്ചേഴ്സ് ഉണ്ട്. കറക്കുമ്പോൾ ഫോട്ടോ എടുക്കുന്നതും നിങ്ങൾ ക്യാമറ സെറ്റ് ഇരുന്ന് കറക്കി സൂം ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നല്ലതാണ്. ഒരുപാട് അവർ ഇറ്ററേറ്റ് ചെയ്യാനും അതിൻ്റെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. S Pen-നകത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇച്ചിരി കൂടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കൊണ്ട് യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു സാധനം. ഇപ്പോൾ പ്രസൻറ്റേഷനൊക്കെ നിങ്ങൾ പവർ പോയിൻറ്റിൽ എവിടെയൊക്കെയാണല്ലോ പ്രസൻറ്റേഷൻസ് ഒക്കെ പെൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം. അതൊക്കെ ഭയങ്കര അടിപൊളി ഒരു നീഷ് യുണീക്ക് ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഗൈസ് വേറൊരു സംഭവം എനിക്ക് പറയാനുള്ള ഹൗ ഈസ് മൈ 6 month ഓൾഡ് റിവ്യൂ എന്ന് ചോദിച്ചാൽ S24 അൾട്രയുടെ എൻ്റെ റെഗുലർ റിവ്യൂവിൽ അപ്രീഷിയേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഡിസ്പ്ലേ അത് ഇത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. രണ്ടാമത്തെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കർവേച്ചർ സ്ക്രീൻ മാറി പ്ലെയിൻ സ്ക്രീനായ 23 അൾട്ര എൻ്റെ അച്ഛൻ ഉപയോഗിക്കുന്ന ഫോണിനെക്കാട്ടി ഭയങ്കര ഇമ്പ്രൂവ്ഡ് ആയിട്ട് തോന്നി. പിന്നെ തെർമൽസിനകത്ത് അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ്സ് തോന്നി. പിന്നെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് ശരിക്കും അവരുടെ ക്യാമറയിൽ കൊണ്ടുവന്ന ചെറിയ ചെറിയ ട്വീക്കാണ്. മേജറായിട്ട് ഭയങ്കര എന്താ പറയുക കിടിലം സംഭവമൊന്നും അല്ലെങ്കിൽ ചെറിയ ചെറിയ ട്വീക്കിങ് അവർ കൊണ്ടുവന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടമാണ്. അവർ ആ ഒരു S23 അൾട്രയിൽ നിന്ന് 10x മാറ്റി 5x ആക്കിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം 5xൽ നിങ്ങൾക്കൊരു യൂസബിൾ ഫോക്കൽ ലെങ്തുമാണ്, അതേപോലെ എന്തെങ്കിലും ഒപ്റ്റിക്കലി ഇച്ചിരി ക്ലിയർ ഫോട്ടോസും പോർട്രേറ്റ്സും കിട്ടുമെന്ന് എനിക്ക് തോന്നി. സോ ഓൾ ഓവർ എൻ്റെ എക്സ്പീരിയൻസ് അബൌട്ട് S24 അൾട്ര അല്ലെങ്കിൽ ലോങ് ടേം റിവ്യൂവിൽ പറയാൻ പോകുമ്പം ഗൈസ് ഒരു രീതിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്തൊരു പക്കാ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ. അൾട്ര എന്ന് പറഞ്ഞൊരു പേരിന് അത് ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് അതൊരു വികാരമാണ്. മേ ബി ഇതായിരിക്കാം സ്നാപ്ഡ്രാഗൻ്റെ ലാസ്റ്റ് സാംസങ് ഗാലക്സി അൾട്ര ഡിവൈസ്. കാരണം അടുത്ത തൊട്ടേക്ക് എക്സിനോസ് എന്ന് പറയുന്നു. ദൈവത്തിനറിയാം, എന്തായാലും കണ്ടറിയാം നമുക്ക്. ഓൾ ഓവർ എൻ്റെ ലോങ് ടേം റിവ്യൂവിൽ ക്യാമറ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് പക്കയാണ്, ബാറ്ററി ലൈഫ് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് പക്കയാണ്, സോഫ്റ്റ്വെയർ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് പക്കയാണ്, പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് പക്കയാണ്, തെർമൽ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് പക്കയാണ്, സ്പീക്കേഴ്സ് സൂപ്പർബാണ്, ട്യൂൺഡ് ബൈ AKG ആണ് ഭയങ്കര. എന്നാലും ഞാൻ പറയുമ്പോൾ ട്യൂണിങ് എനിക്ക് സ്പീക്കേഴ്സിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആപ്പിളിൻ്റെയാണ്. പക്ഷേ ഇറ്റ് ഈസ് പ്രെറ്റി ലൗഡ്, ഒരു രീതിയിലും കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് വൈബ്രേഷൻ മോട്ടോഴ്സൊക്കെ സോഫ്റ്റ്വെയറിൽ സൂപ്പറായിട്ട് ഇറ്ററേറ്റ് ചെയ്തിട്ടുണ്ട്. ഹാപ്റ്റിക് ഫീൽസ് ഒക്കെ പ്രീമിയം. അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്തോ ഫിംഗർ പ്രിൻ്റ് ഒക്കെ എന്തൊരു ഫാസ്റ്റാണ്, നമ്മളതൊക്കെ ഗ്രാൻഡഡ് ആയിട്ട് അങ്ങ് എടുക്കും ഈ ഒരു ഫോൺ ഒരാഴ്ച യൂസ് ചെയ്യുമ്പം. ആൻഡ് എൻ്റെ ലോങ് ടേം റിവ്യൂ ഇസ് ഏജ്ഡ് ലൈക്ക് എ വൈൻ എന്ന് എനിക്ക് പറയാൻ പറ്റൂ. പിന്നെ S23 അൾട്ര എടുക്കണോ ഇതെടുക്കണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ശരിക്കും ഞാൻ പറയും നിങ്ങൾക്ക് ആ എക്സ്ട്രാ മുടക്കാനുണ്ടെങ്കിൽ ഇതെടുക്കാനേ ഞാൻ സജസ്റ്റ് ചെയ്യും. ജനറേഷണൽ അപ്ഗ്രേഡ് ഒന്നും അല്ലെങ്കിലും ഒരുപാട് റിഫൈൻമെൻറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ താങ്ക് യു ഗൈസ്, ഇറ്റ്സ് റീ ഹിയർ, ടോക്ക് ടു യു ഗൈസ് ലേറ്റർ.